ഖത്തർ ഖത്തം ആവുമോ? ഖത്തർ ഖത്തം ആകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇതുവരെ ഈ മധ്യസ്ഥ ശ്രമം ഞങ്ങളാണ് എല്ലാത്തിൻ്റെയും എന്താ എന്താ പറയാ മാലാക മാലാഖ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, ദോഹയിലെ ആക്രമണം എന്ന് പറയുന്നത് നമുക്ക് അതിനുള്ള ഒരു മറുപടിയായിട്ട് ഇത്രയും സമാധാനം ലോകത്ത് വാരി വിതറണ്ട, ഇത് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്, നീയൊക്കെ എന്താ അവിടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അതായത് ഹമാസിന്റെ നേതാക്കളെ തീർക്കാനുള്ള ആക്രമണമാണ് അവിടെ നടന്നത്. അപ്പോൾ ഒരേ സമയം ഖത്തർ സമാധാനത്തിന് വേണ്ടിയും സംസാരിക്കും, അതേ സമയം തന്നെ ഈ ഇവരുടെ ഭാഷയിൽ പറഞ്ഞ ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ, അതായത് ഈ ഭീകരവാദികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാട്. അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല, ഇത് കാലാകാലങ്ങളായിട്ട് ഖത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ പല റിപ്പോർട്ടുകളും വന്നിട്ടില്ല, ഇവരുടെ ഭാര്യമാരും കുടുംബവും ഒക്കെ അവിടെ ചെലവഴിക്കുന്ന ദൂർത്തടിച്ച് ജീവിക്കുന്നതിന്റെ ചെലവുകളും കണക്കുകളും വാർത്തകളും ഒക്കെ നമ്മുടെ കണ്ണിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. പിന്നെ എവിടെ നിന്നാണ് ഇവര് സമാധാനത്തിന്റെ വെള്ളരിപ്രാവാകുന്നത്? ഈ ഖത്തർ. ഒരിക്കലും അതാവില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്കൊരു മധ്യസ്ഥ ശക്തിയായിട്ട് ഉയർന്നു വരണമെന്ന് സ്വയം ഒരു ആഗ്രഹം തോന്നും. ശരിയാണ്, നന്നാവണമെന്നും ഉയർച്ച ഉണ്ടാകണമെന്നും ഒക്കെ എല്ലാവർക്കും ആഗ്രഹം തോന്നുന്നത് പോലെ ഖത്തറിനും തോന്നി. അതായത് ഈ അറബിക് രാജ്യങ്ങളുടെയൊക്കെ തലതൊട്ടപ്പനായിട്ട് ഇപ്പൊ തുർക്കിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. ആ തുർക്കിയുടെ ആഗ്രഹം ഒരുപക്ഷെ ഇവർക്ക് കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതിനുള്ള മറുപടി ഏതായാലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ വധശ്രമത്തിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 2012 മുതൽ ഹമാസ് നേതാക്കൾ ഖത്തറിൽ താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് പറയുന്ന ഒരു കാര്യം നേരത്തെ സംസാരിച്ചപ്പോൾ വിജയ് പറഞ്ഞല്ലോ, ഇത് സംസാരത്തിന് വേണ്ടി, ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് അവരെ ഞങ്ങൾ കൊണ്ടുവന്നത്. ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു വീട്ടിൽ വർഷങ്ങളോളം ഒരാളെ താമസിപ്പിക്കുക എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോയ 1 മണിക്കൂർ 2 മണിക്കൂർ, കൂടിപ്പോയ ഒരു ദിവസം, ഇല്ലെങ്കിൽ 2 ദിവസം കൂട്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാറ്റ ബൈ പറഞ്ഞ് നമ്മൾ ആരെയായാലും പറഞ്ഞു വിടും, അല്ലാതെ അവരെ നമ്മുടെ വീട്ടിൽ അംഗമാക്കി നിർത്തില്ലല്ലോ. അപ്പൊ ഇവിടെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹമാസിന്റെ നേതാക്കളെ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും അവിടെ ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് ഇവർ ചെല്ലും ചെലവും ഒക്കെ കൊടുത്ത്, ഇവര് കൊടുക്കണ്ട, ഇവരുടെ കയ്യിലുള്ള പൈസ തന്നെയുണ്ട്. അതായത് പലതരത്തിലുള്ള ഇസ്ലാമിക ഫണ്ടുകളും ഇവർക്ക് വരുന്നതെല്ലാം ഈ നേതാക്കളുടെ കയ്യിലാണ്. ഈ ചാവേറുകളായി നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അവർക്ക് ഹൂറികളെ കിട്ടും എന്നുള്ള ഒരു വിശ്വാസം. കൊല്ലപ്പെട്ട ഈ 4 ഹമാസ് ഈ തലവന്മാരിൽ നിന്ന്, അവരുടെ വസതികളിൽ നിന്ന് കണ്ടെത്തിയതിന് എല്ലാം കൂടെ സമാഹരിച്ച് നോക്കിക്കഴിഞ്ഞാൽ $14 ബില്യൺ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ അതായത് സ്വർണ്ണ മല എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, പട്ടിണി നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പട്ടിണിയിലാണ്, പക്ഷെ സ്ത്രീകൾ പട്ടിണിയിലില്ല. അതായത് ഏതെങ്കിലും ഒരു അമ്മ നല്ല തടിച്ച് കൊഴുത്തിരിക്കുകയും കുഞ്ഞ് പട്ടിണിയിലിരിക്കുകയും അങ്ങനെ ഒരു രാജ്യം കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പലസ്തീനാണ്. കാരണം സ്ത്രീകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളെല്ലാം തന്നെ പുഷ്ടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം സ്ത്രീകളെ അവർക്ക് ആവശ്യമുണ്ട്. സ്ത്രീകൾ മെലിഞ്ഞിരിക്കുന്നവർക്ക് പറ്റില്ല. പിന്നെ കുട്ടികളെ, ഈ മെലിഞ്ഞ ഫോട്ടോ, ഇങ്ങനെയുള്ള ഈ എല്ലും തോലുമായിട്ടിരിക്കുന്ന കുട്ടികളെ ഫോട്ടോ അവർക്ക് ആവശ്യമുണ്ട്. എന്തിനാണ്? അത് വെച്ചിട്ടാണ് ഫണ്ട് സ്വരൂപിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് പ്രധാന കാരണം. അപ്പൊ ഈ കിട്ടുന്ന ഫണ്ടിന്റെ ഭൂരിഭാഗവും കൊണ്ടുപോകുന്നത് ഇവരാണ്. മറ്റവര് ഹൂറികളെ കാണാൻ വേണ്ടി അങ്ങ് മേപ്പോട്ടും പോകും. അതിനുള്ള വഴി ഈ പറയുന്ന ഇസ്രായേൽ നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇസ്രായേലിന് അറിയാം ഇതൊക്കെ ഒളിച്ചിരിക്കുന്നത് ഈ പറയുന്നത് പോലെ ഖത്തറിലാണ്. ഖത്തർ എന്നിട്ടാണ് എല്ലാവരുടെയും, അതായത് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരു എന്താ പറയുക, സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് അറിയാം. ആ ഒരു കാര്യം ഈ 4 ഹമാസ് നേതാക്കളെ അവിടെ വെച്ച് തീർത്തതോടുകൂടി ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഉറക്കം നടിക്കുന്ന ആളുകളായിരിക്കണം, അതല്ലാതെ മറ്റൊരു വഴിയും അതിൽ പറയാനില്ല. ആക്രമണം എന്ന് പറയുന്നത് എന്തായാലും പൂർണ്ണ വിജയമാണ്. ഖത്തറിന്റെ മേലിലല്ല, അവന്റെ ഉപ്പാപ്പ വന്നാലും ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അതായത് ഇനിയിപ്പോൾ ഈ ഇസ്ലാമിക് സ്റ്റേറ്റുകളുടെ അവരുടെ ഒരു സമ്മിറ്റ് വരുന്നുണ്ടല്ലോ, ഈ സമ്മിറ്റിലും പ്രത്യേകിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കാൻ പോകുന്നില്ല. വരും, ചേരും, അപലപിക്കും, ഒന്ന് കണ്ണീർ പൊഴിക്കും, വേണമെങ്കിൽ 2 കണ്ണീരും പൊഴിച്ച് ഇവർ പിരിഞ്ഞു പോകും. ഖത്തറിന്റെ ഉള്ളിൽ ആക്രമണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കൊള്ളുന്നത് അമേരിക്കയ്ക്കായിരിക്കാം.
അമേരിക്കയ്ക്കും ഈ കാര്യത്തിൽ കൂടുതലായിട്ട് ഇടപെടാനൊന്നും പറ്റില്ല. ട്രംപിന് അവിടെ നിന്ന് വാ പോയ കോടാലി പോലെ സ്ഥിരം പറയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. അതായത് ഇപ്പോൾ ഭയങ്കര ടൈപ്പായിരുന്നല്ലോ രണ്ട് രാജ്യങ്ങളും തമ്മിൽ. പക്ഷെ ഇപ്പോൾ അതല്ല. അതായത് അവനവരുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ അവനവന്റെ സുരക്ഷ വരുമ്പോൾ ആരും മറ്റുള്ളവരുടെ സുരക്ഷയെ കുറിച്ചല്ല. ട്രംപിനോട് ഇപ്പൊ ഒന്ന് പോടോ എന്നാണ് പറയുന്നത്. സത്യം, ഒന്ന് പോടമില്ലേ എന്ന് തന്നെയാണ് പച്ചമലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത്. അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി ഈ പറയുന്നത് പോലെ ട്രംപ് പറഞ്ഞ് ഇടപെട്ട് ഈ ഒരു പ്രശ്നം തീർക്കും. ട്രംപിന് ഇനിയിപ്പോ ഇപ്പൊ തന്നെ 7ഓളം യുദ്ധമുഖങ്ങളുണ്ട്. ഇതിൽ ഒന്നും തീർന്നിട്ടില്ല. ഒന്നും തീർന്നിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങോട്ട് തീർക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആട്ടി ഒഴിക്കാം, ഇറങ്ങടാ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് മധ്യസ്ഥ ശ്രമം. ഈ മധ്യസ്ഥ ശ്രമം എന്ന് പറയുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള തടവുകാരുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകളുണ്ട്. ഈ താൽക്കാലിക വെടിനിർത്തൽ, ഗാസയിലെ മനുഷ്യാവകാശ ലംഘനം എന്നിവയൊക്കെ സാധ്യമാക്കുന്നതിൽ ഖത്തർ നിർണായക പങ്ക് വഹിച്ചു എന്നാണ് അവർ സ്വയം പറയുന്നത്. അവർ തന്നെ പറയുകയാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ നേരെ തിരിച്ച് ഒരു കാര്യമുണ്ട്. ഗാസയ്ക്കായി നൽകിയിട്ടുള്ള കോടിക്കണക്കിന് ഡോളർ സഹായം ഹമാസ് സൈനിക തയ്യാറെടുപ്പിനായിട്ട് വഴിമാറ്റിയോ എന്നൊരു സംശയം ഇസ്രായേലും മറ്റ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരും പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ ദോഹയിലെ ആക്രമണത്തെ അപലപിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇസ്രായേലിനൊപ്പമാണ്. ഇസ്രായേൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ആയിരിക്കും. കാരണം ഇതുപോലെ കൊള്ളിവെപ്പുകാർ ഉള്ള വേറൊരു രാജ്യം വേറെ ഉണ്ടാവില്ല. ഈ ഇന്ത്യ കാണിക്കുന്ന നട്ടല് ചില്ലറ നട്ടല്ലെന്നല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റഷ്യ, ഇസ്രായേൽ രണ്ടും വെറുക്കപ്പെട്ട രാജ്യങ്ങളാണ് ലോകത്ത്. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഉപരോധങ്ങളൊക്കെ യൂറോപ്യൻ യൂണിയൻ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. എന്താകുമെന്ന് അറിയില്ല. ഇസ്രായേലിനെ പല രാജ്യങ്ങളും തെമ്മാടി രാഷ്ട്രമെന്ന് വിളിക്കുന്നു. അറിയാലോ, ഇസ്രായേൽ ഒരു വില്ലനായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു പൊതു ഇമേജുള്ള ഇസ്രായേലിനെ, പിന്നെ റഷ്യ അറിയാലോ, റഷ്യയും ഇവിടെ ഒരു അധിനിവേശ ശക്തിയാണ്. അപ്പോൾ റഷ്യയും അങ്ങനെയാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും പരസ്യമായ പിന്തുണ കൊടുക്കുക എന്നാൽ അപലപിക്കുന്നുണ്ട്. അത് ഒരു മര്യാദ എന്നുള്ളതിൽ. പക്ഷേ അവർക്ക് പരസ്യമായ പിന്തുണ കൊടുക്കുന്ന ആ പിന്തുണയൊക്കെ വ്യക്തമാണ്. കോവിഡിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോൾ എണ്ണ വാങ്ങിക്കുന്നതാണെങ്കിലും റഷ്യയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ നട്ടലൊന്നും പോരാ എന്നുള്ളത് കാര്യമുണ്ട്. കാരണം ഇവിടെ എതിർപക്ഷത്ത് അമേരിക്കയും ഈ പറയുന്ന ചൈനയും ഒക്കെയാണ്. ചൈന എന്ന് പറയുന്നത് ഈ പറയുന്ന ഇസ്രായേലിൻ്റെ വിഷയം വരുമ്പോൾ അവിടെ ചൈനയുടെ പിക്ചറിൽ വരുന്നില്ല. പക്ഷേ മറ്റൊരു സ്ഥലത്ത് ഈ പറയുന്ന അമേരിക്കയാണ് അവിടെ എതിർപക്ഷത്ത് നിൽക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ തന്നെ ഒരു പക്ഷത്ത് നിൽപ്പുണ്ട്. അതേസമയം ഇന്ത്യ, അതായത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഈ അമേരിക്കയായിട്ട് താരിഫ് ഇത് നടക്കുന്ന സ്ഥിതിക്ക് യൂറോപ്യൻ യൂണിയനിലേക്ക് കച്ചവടം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അത് ഏതാണ്ട് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെ ഇവിടെ കൃത്യമായി ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയും കൂടെ കാണുന്നുണ്ട്. അതായത് നമ്മൾ വിശ്വസ്തരായിട്ട് നമ്മളെ എക്കാലത്തും നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരെ ചേർത്ത് പിടിക്കുകയും അല്ലാതെ തന്നെ പരിഗണിക്കുന്ന ഒരു കാര്യം നമ്മളുടെ ആ ഒരു രീതി തന്നെയാണ്, അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പം അങ്ങനെയാണ്. അതായത് ഈ റഷ്യയുടെ വിഷയം ഉണ്ടായ സമയത്ത് ആ രാജ്യം രൂപീകരിക്കുന്നത് വരെ, സോവിയറ്റ് യൂണിയന്റെ സമയത്താണ് ആ രാജ്യം രൂപീകരിക്കുന്നത് വരെ അവരിവിടെ നിൽക്കുകയും പിന്നീട് തിരിച്ചു പോവുകയും ചെയ്തിട്ടുള്ള റഷ്യക്കാർ. അപ്പോൾ അവർക്ക് നമ്മളൊരു കാര്യം ചെയ്താൽ അവരുടെ പരമ്പരകൾ പോലും ഓർത്തു നിൽക്കുന്ന ഒരു നന്ദി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു കടപ്പാട് എന്നൊക്കെ പറയുന്നത്. അത് അവർക്കുണ്ട്. ഇസ്രായേൽ ആയിക്കോട്ടെ, ജൂതന്മാർ ഏറ്റവും സുരക്ഷിതരായിട്ട് താമസിച്ച വേറൊരു സ്ഥലമില്ല, അത് ഇന്ത്യയാണ്. അപ്പൊ അവർക്ക് എന്നും അതുണ്ടാവും. ഇനി ഇന്ത്യക്കൊരു വിഷയം വന്നാലും ഈ രണ്ട് രാജ്യങ്ങളും വിട്ടുപോവുക എന്നുള്ളതും നിലപാട് മാറ്റുക എന്നുള്ളത് വളരെ എന്താ പറയാ, ചിന്തിക്കാൻ മാറാം. പക്ഷേ ഇറാനുമായുള്ള വിഷയം വന്നപ്പോ പോലും ഇറാനിൽ പല ഹോട്ട്സ്പോട്ടുകളും ഒരു ആക്രമിക്കുമ്പോഴും ചബഹാർ തുറമുഖം ഇസ്രായേൽ ആക്രമിച്ചില്ല. ചബഹാർ ആരുടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേലിന് അറിയാം. പക്ഷെ ഇറാൻ നേരെ തിരിച്ചു കാണിച്ചു. അത് ഇറാന്റെ മര്യാദയും സംസ്കാരവുമാണ് ആ കാണിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എന്തുകൊണ്ട് അത്രയും വലിയ രൂക്ഷമല്ല? ചബഹാറിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാന് തന്നെ വലിയ നഷ്ടം വരുമായിരുന്നു. ഇന്ത്യക്ക് മാത്രമല്ല, ഇറാനും നഷ്ടം വരും. അത് വേണമെങ്കിൽ അവർക്ക് തകർക്കായിരുന്നു. ഇവർ കാണിച്ച മര്യാദകേട് ഇസ്രായേൽ കാണിക്കുകയായിരുന്നുവെങ്കിൽ അത് ചെയ്യാമായിരുന്നു. അത് അവർ ചെയ്തിട്ടില്ല. അപ്പോൾ വരും കാലത്ത് നമുക്കറിയില്ല, ഇത് മാറി മറിഞ്ഞേക്കാം. പക്ഷെ നിലവിൽ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം ചങ്കിന് ചങ്ക് എന്ന് പറയുന്ന രാജ്യം തന്നെയാണ്.
പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദോഹയിലെ ഹമാസ് ഓഫീസ് നിലനിൽക്കുന്നത് തന്നെ ഈ പറയുന്ന ഇസ്രായേലിന് പ്രത്യക്ഷത്തിൽ തന്നെ വെല്ലുവിളിയാണ്. അവിടെ ഈ ഭീകരരാണ്, ഇവര് വെള്ളരിപ്രാവെന്ന് പറഞ്ഞിട്ട് കാര്യമാണ്. നമുക്ക് തന്നെ വായിച്ചെടുക്കുമ്പോഴറിയാം ഇവർ ആരാണ് എന്നുള്ളത്. ചില മാധ്യമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും നടത്തുന്ന ചില പ്രൊപ്പഗാൻഡകളുടെ ഭാഗമായിട്ടാണ് ഇവരെ പോരാളികൾ എന്ന് വിളിക്കുന്നത്. അതല്ലാതെ ഇവർ പോരാളികളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ വധശ്രമം ഭാവിയിൽ ഖത്തറിനെ കൂടി ഇനി ഒരുപക്ഷെ ഇറാനെ നോട്ടമിടുന്നത് പോലെ ഖത്തറിനെയും നോട്ടമിട്ടേക്കാം. അതായത് ഇനി ഏതൊരുത്തം വന്നാലും അവനെല്ലാം എന്താ പറയാ, ഷൂട്ടർ സൈറ്റ് എന്ന് പറയുന്ന പോലെ സ്പോട്ടറാണ് ഇവരെല്ലാവരും എന്നുള്ളതാണ്. ഖത്തർ പറയുന്നത് ആക്രമണത്തെ ഇവരുടെ ഒരു സ്വാധീനത്തിന്റെ ലംഘനവും മധ്യസ്ഥന്റെ മാന്യതക്കെതിരായിട്ടുമുള്ള ആക്രമണവുമായിട്ടൊക്കെയാണ് വിലയിരുത്തുന്നത്. എന്നാൽ ഖത്തറിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം ഉള്ളത്. ഹമാസ് നേതൃത്വത്തിനും ഖത്തർ അഭയം നൽകുന്നുണ്ട്. അപ്പൊ ഇതുമൂലം അമേരിക്കയും അന്താരാഷ്ട്ര തലത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു കാര്യം കൊണ്ട് സകല സ്ഥലങ്ങളിലും പോയി നേവൽ ബേസ് ഉണ്ടാക്കിയിട്ട് അവിടെയെല്ലാം ഏതെങ്കിലും ഒരു തരത്തിൽ അടി ഉണ്ടാകുമ്പോൾ അമേരിക്കയ്ക്ക് പൊള്ളുന്നുണ്ട്. അമേരിക്ക വളർത്തിയിട്ടുള്ള പല ഭീകരരും ഈ ഭീകരരുടെ കൈകൊണ്ട് അമേരിക്ക അടി വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊന്നും അമേരിക്ക പഠിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. പലരും ഇതിനെതിരെയൊക്കെ പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും ഖത്തറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നെതന്യാഹു. നെതന്യാഹുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജൂതരുടെ സുരക്ഷ തന്നെയാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ജൂത സുരക്ഷ തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം ഇനി വരുന്ന നാളുകളിൽ അദ്ദേഹം ചെയ്യുന്നതിനൊക്കെയോ അദ്ദേഹത്തിനുള്ള കേസുകൾ ഒക്കെ പറയുമ്പോഴും അദ്ദേഹം നിലനിൽക്കണമെന്ന് ഒരു വലിയ വിഭാഗം ഇപ്പോഴും അവിടെ പറയുന്നുണ്ട്. കാരണം ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കണം. ഇതുവരെയുള്ള ആ രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഇത്തരത്തിൽ പോരാടിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഖത്തർ അടുത്ത ഇറാനാകും. ഇനിയൊരു രീതിയിൽ ഹമാസിനെയോ ഏതെങ്കിലും ഭീകര സംഘടനയോ പ്രോത്സാഹിപ്പിച്ചാൽ അടുത്ത ഉന്നം എന്ന് പറയുന്നത് ഖത്തർ തന്നെയാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.